ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ മനോഹരമായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അണ്ടർഗ്രൗണ്ട് നൽകി ഒറ്റ നിലയിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 980 സ്ക്വയർ ഫീറ്റിൽ 5 സെൻറ്റിലായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലോട്ട് വരുന്നത് 8 സെൻറ്റിലാണെങ്കിലും 5 സെൻറ്റിലായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഫസ്ലുർ റഹ്മാൻ ഹമീറ ദമ്പതികളുടെ വീടാട്ടോ ഇത്. അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും പണി കഴിപ്പിക്കാൻ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് 21 ലക്ഷം രൂപയാണ്. ഫ്ലാറ്റ് റൂഫായിട്ട് ഒരു ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് വീടിന് ഇവിടെ പെയിൻറ്റ് വരുന്നത്. വളരെ മനോഹരമായി സിമ്പിളായിട്ടാട്ടോ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിന് ഫ്രണ്ടിലായിട്ട് കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെടി വെക്കാനായിട്ടുള്ള സ്പേസും കൂടെ വരുന്നുണ്ട്. ആ ഒരു ഷോ വാൾ സിമെൻറ്റ് കട്ടിങ്ങോട് കൂടി ചെയ്ത് ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് വരുന്നത്. ഇവിടെ വീടിന് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് 2 സ്റ്റെപ്പ് നൽകി ഒരു സ്റ്റെപ്പ് സെയിം ലെങ്ത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് ഇവിടെ ഗ്രില്ലോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ഫ്രണ്ടിലായിട്ട് ഈ ഒരു കോമ്പൗണ്ട് വാൾ വരെയുള്ള ആ ഒരു ഏരിയ ആണ് മുറ്റമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സ് കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ. ഈ ഒരു വീടിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഗ്രില്ലോട് കൂടിയുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സിറ്റ് ഔട്ട് നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗമാണ് 980 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അണ്ടർഗ്രൗണ്ട് ഉൾപ്പെടെ ഈ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1300 സ്ക്വയർ ഫീറ്റാണ്. വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിക്കാൻ വന്നിട്ടുള്ളത് 21 ലക്ഷം രൂപയാണ്. നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറി ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുള്ളത്. L ഷേപ്പിലായിട്ട് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കോർണറിലായിട്ട് പില്ലറും കൂടെ വരുന്നുണ്ട്. സീലിംഗ് സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു ഗ്രില്ല് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിന് നേരെ ആയിട്ടാണ് ഇവിടെ മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിലെ ഹാൻഡിലോട് കൂടിയിട്ട് വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലൈൻസ് ഡിസൈൻ തന്നെ ആയിട്ടാണ് ഈ ഒരു ഡോറിനും ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ വിശാലമായിട്ടുള്ള ഈ ഒരു ഹാളിലേക്കാണ് എത്തുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ലോഫ്റ്റ് കൺസൾട്ടിംഗ് ആണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വീടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിനകത്തളങ്ങളിലേക്ക് കടക്കുമ്പോൾ ഫുള്ളൊരു വൈറ്റ് തീമിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് വിൻഡോക്ക് വൈറ്റ് കളർ പെയിൻറ്റ് നൽകി. ഈ ഒരു ഫ്രണ്ട് ഏരിയയിലെല്ലാം വുഡ് കളറിലായിട്ടാണ് വിൻഡോക്ക് പെയിൻറ്റ് വരുന്നത്. ഇവിടെ മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിളിന് ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഒരു റെഡിമെയ്ഡ് സ്ലാബും വൈറ്റ് കളറിലായിട്ട് വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അവിടെ ആയിട്ടൊരു LED ലൈറ്റ്സും കൂടെ സീലിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു സ്റ്റെയർ കേസ് തന്നെയാട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ സീലിംഗ് എല്ലാം നോർമൽ ഡിസൈനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് ഹാളിലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിലായിട്ട് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ട് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട്. മെയിൻ ഡോർ കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡിൻ്റെ പെയിൻ്റാണ് വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് ഓരോ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്കായിട്ട് വരുന്ന വിൻഡോ വുഡിൻ്റെ പെയിൻറ്റ് നൽകി 2 സൈഡിലായിട്ട് വൈറ്റ് കളറിൽ തന്നെയാട്ടോ പെയിൻറ്റ് വരുന്നത്. അതുപോലെ സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാണ് എല്ലാ ഭാഗത്തുമായിട്ടും വിരിച്ചിട്ടുള്ളത്. ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ ഒരു കോർണറിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത്.
ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ലെങ്കിലും ആ ഒരു ബെഡ്റൂമിൽ നിന്നും കൂടെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കോമൺ ബാത്റൂം വരുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഇവിടെ ആയിട്ടും ബാത്റൂമിന് വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടൊരു ഗ്രേ കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വോളിലായിട്ട് ഗ്ലോസി ടൈലും വിരിച്ച് ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസോട് കൂടിയിട്ടാണ് ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കോമൺ ബാത്റൂം കഴിഞ്ഞ് ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂമും ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം ഡോർ വരുന്നത്. ബെഡ്റൂം ഡോറിനടുത്ത് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് തന്നെ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ട് നൽകി 3 സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് വിൻഡോക്ക് ഈ ഒരു ബെഡ്റൂമിലായിട്ട് പെയിൻറ് വരുന്നത്. കട്ടിലൊക്കെയായിട്ട് വൈറ്റ് കളറിലും വിൻഡോക്കായിട്ട് വുഡിൻ്റെ ഷെയ്ഡിലും ആയിട്ടാണ് ഇവിടെ പെയിൻറ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വോളിലായിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 2 ബെഡ്റൂമിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. 2 ബാത്റൂമിനും സെയിം ഡിസൈനിൽ വരുന്ന ഡോർ നൽകി ഇവിടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. വോളിലായിട്ട് ഗ്ലോസി ടൈല് തന്നെയാണ് 2 ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിലെ വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനിടെ ഒരു ബ്ലൂ യെല്ലോ ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഫ്ലോറിലായിട്ടും ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ തന്നെ ആയിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്ക് തന്നെയാട്ടോ എത്തുന്നത്. വിശാലമായിട്ടുള്ള ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ തന്നെ ആട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ഒരു ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ എൻഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഹാൻഡ് റെയിലിന് പെയിൻറ് കൊടുത്തിരിക്കുന്നത്. ജിയായിലായിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്കാണ് ഡോർ വരുന്നത്. സിമ്പിളായി മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ വരുന്നത്. കുറഞ്ഞ സ്പേസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോഹരമായിട്ടുള്ളൊരു വീടാട്ടോ ഇത്. അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഇവിടെ വരുന്നത്. ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി ഒരൊറ്റ കിച്ചണായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസോടു കൂടി വിറകടുപ്പും ഗ്യാസും ഫ്രിഡ്ജും എല്ലാം ഈ ഒരു കിച്ചണിൽ ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണിൽ തന്നെ നൽകിയിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിലായിട്ടും ഫ്ലോറിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലോസി ടൈല് തന്നെയാട്ടോ വിരിച്ചിരിക്കുന്നത്. ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് 3 സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു വിറകടുപ്പിന് ഭാഗത്തായിട്ട് ചിമ്മിണി വരുന്നില്ല. അവിടെ ആയിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. വോളിലായിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ താഴെ എല്ലാം കബോർഡ്സ് ചെയ്യാനായിട്ടുള്ള ഭാഗമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. വിറകടുപ്പിൻ്റെ ഏരിയ ബാക്ക് സൈഡിലേക്കൊന്ന് തള്ളിയിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. സിങ്ക് ഇവിടെ വന്ന് ഈ ഒരു ഭാഗത്തായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയ എല്ലാം കബോർഡ്സ് ചെയ്യാനുള്ളതാണ്. മുകളിലായിട്ടും സ്ലാബ് വാർത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള ഏരിയ വരുന്നത്. കിച്ചണിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ വോളിലായിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ തട്ടോട് കൂടിയിട്ട് നൽകിയിട്ടുണ്ട്. ഗ്ലാസ്സോട് കൂടിയിട്ടാണ് അവിടെ തട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായി സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത്. കിച്ചണിൽ നിന്നും ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഈ ഒരു വീടിൻ്റെ അണ്ടർഗ്രൗണ്ടും കൂടെ ഒന്ന് നമുക്ക് കാണാം. ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഡോറ് വുഡിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സ്റ്റെയർ കേസാണ് താഴെയുള്ള ഭാഗത്തേക്കായിട്ട് നൽകിയിട്ടുള്ളത്. ജിയായിലായിട്ടാണ് ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പാത്രം കഴുകാനുള്ളൊരു സ്പേസ് ചെയ്യാനുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് കാട്ടോ എത്തുന്നത്. പില്ലർ വാർത്തിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
താഴ്ചയുള്ള സ്ഥലത്തുനിന്ന് അത്രയും പൊക്കിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗം ഇവിടെ ചെയ്തിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലായിട്ട് ഇവിടെ വിറകുപുരയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ താഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് നൽകി ഇതുപോലെ നമുക്ക് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യാം കേട്ടോ. റോഡിൻ്റെ നേരെ മുകളിൽ നിന്നായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്